ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ട്രംപിൻ്റെ ബില്ലുകൾ അമേരിക്കയിൽ പാസ്സായിരിക്കുകയാണ്. ഇനി അദ്ദേഹം സൈൻ ചെയ്തതിന് ശേഷം താരിഫ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകളാണ് നടത്താൻ പോകുന്നത്. പക്ഷേ ഇന്നലെ അമേരിക്കയിൽ പുറത്തു വന്നിട്ടുള്ള ജോബ്സ് ഡാറ്റ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡൗ ജോൺസും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. റസൽ 2000 ഇൻഡെക്സും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ചൈനീസ് മാർക്കറ്റുകളും ജാപ്പനീസ് മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. കൊറിയൻ മാർക്കറ്റ്, സിംഗപ്പൂർ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. അതേസമയം ഹോങ്കോങ് വീക്കായിരുന്നു. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്ത് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഹോങ്കോങ് സ്ലൈറ്റ്ലി വീക്കാണ്, അതുപോലെ തന്നെ കൊറിയ വീക്കാണ്. അതേസമയം ചൈന മിക്സഡ് ആണ്. ജപ്പാൻ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. കമോഡിറ്റി മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലത്തെക്കാളും $20 പെർ ഔൺസ് താഴെയാണെന്ന് മോർണിംഗിൽ. $3,329 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ മുന്നേറിയിട്ടുള്ളൊരു കമോഡിറ്റി സിൽവർ ആണെന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി ബെറ്റർ തന്നെയാണ്. എന്നിരുന്നാലും ഇന്നലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പീ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഓവറോൾ അമേരിക്കൻ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. എൻവിഡിയ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.88 ട്രില്യൺ ഡോളറിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഒറാക്കിളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് റെക്കോർഡ് ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ മുന്നേറിയിട്ടുണ്ട്. എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ ബെറ്റർ ആണ്. ഇന്നലെ നേരത്തെ അമേരിക്കൻ ട്രേഡിംഗ് അവസാനിച്ചിരുന്നു. ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്. അപ്പോൾ ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകളാണ് ഇനി അമേരിക്കൻ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റു മാർക്കറ്റുകളിലെല്ലാം തന്നെ ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. സർവീസസ് PMI അതുപോലെ തന്നെ മാനുഫാക്ചർ PMI ഡാറ്റ ജൂണിലത്തെ വന്നിരിക്കുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നല്ല എക്കണോമിക് ആക്ടിവിറ്റിനെയാണ് ഇന്ത്യയിൽ. അപ്പോൾ Q1 GDP നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ മൺസൂൺ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യാണ്. 161 റിസർവോയറുകളിൽ 40% സ്റ്റോറേജ് ആയി കഴിഞ്ഞു. തീർച്ചയായിട്ടും ബെറ്റർ മൺസൂണാണ്, എക്സസ് മൺസൂണാണ്. 5 റിസർവോയറുകളിൽ 100% സ്റ്റോറേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് പൊതുവേ നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് റോക്ക് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ഇക്വിറ്റി പ്രീമിയം ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. ഹിസ്റ്റോറിക്കൽ ആവറേജിനടുത്താണ്. ഓവർ വാല്യുവേഷനൊന്നും ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ബ്ലാക്ക് റോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരിക്കുന്നത്. നമ്മുടെ PE റേഷ്യോ ഇപ്പോൾ നിഫ്റ്റിയുടെ 22.5 ആണ്. ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മുടെ EMS സെക്ടർ, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് സെക്ടർ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർച്ച് 2026 അവസാനിക്കുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, സ്മാർട്ട് ഫോണുകൾക്കുള്ള ഇൻസെൻറ്റീവ് സ്കീം കണ്ടിന്യൂ ചെയ്തേക്കില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഡിക്സൺ അതുപോലെ തന്നെ ആംബർ എൻ്റർപ്രൈസസ്, PG ഇലക്ട്രോപ്ലാസ്റ്റ് പോലുള്ള കമ്പനികളിലൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഈ കമ്പനികളൊക്കെ പല ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മോബിക്വിക്ക് അവരും ബ്രോക്കിംഗ് സെഗ്മെൻറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. സെബിയുടെ ഭാഗത്തു നിന്നുള്ള അപ്രൂവൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ Q1 അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിട്ടുള്ള കമ്പനികൾ എക്സലൻ്റ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് വേദാന്തയാണ്. അലുമിനിയ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ സിങ്ക്, ഫെറോക്രോം, അയൺ ഓർ പ്രൊഡക്ഷനിലൊക്കെ ബെറ്റർ പെർഫോമൻസ് ആണ്. വേദാന്തയുടെ സ്റ്റോക്ക് പ്രൈസ് ഇന്നലെ 10 രൂപയോളം താഴെ വന്നിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം NCLTയുടെ വെർഡിക്റ്റ് ഓഗസ്റ്റ് 20 മാറ്റിയതാണ്. പക്ഷേ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിമർജർ
ഗെയിനിന് വേണ്ടി വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ് വേദാന്ത. ഭാരത് ഫോർജ് ഒരു പുതിയ സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. ആർമി റിലേറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ്. ബജാജ് ഫിനാൻസ് Q1 ബിസിനസ് അപ്ഡേറ്റ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. മാരിക്കോ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ്, ഏതർ ഈ കമ്പനികൾ അവർ ടൂ വീലർ പ്രൊഡക്ഷൻ കട്ട് ചെയ്തേക്കാൻ ചൈനയിൽ നിന്നുള്ള റെയർ എർത്ത് മാഗ്നറ്റ് ഇമ്പോർട്ടിങ്ങിലുള്ള ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്, പക്ഷേ ഇത് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെയായിരുന്നു. ഇനി ദേവയാനി ഇൻ്റർനാഷണലും സഫയർ ഫുഡും തമ്മിൽ മെർജ് ചെയ്യാന്നുള്ള ന്യൂസ് ഉണ്ട്. മെർജർ റേഷ്യോ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ദേവയാനി ഇൻ്റർനാഷണലാണ് ഫേവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ മെർജർ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ദേവയാനിക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ഒരു ആക്ഷൻ കണ്ടേക്കാം. ഒരുപക്ഷെ സഫയർ താഴെ പോയേക്കാം, ദേവയാനിയും മുന്നേറിയേക്കാം. അതോടൊപ്പം തന്നെ ONGC, മിത്സുബിഷി, OSK ലൈൻ ജപ്പാനായിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. 2 വെരി ലാർജ് ഈഥേൻ കാരിയർ നിർമ്മിക്കാനുള്ള ഒരു MOU ആണ്. ONGCനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗോദാവരി ബയോ റിഫൈനറീസ് ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇവരുടെ ഒരു നോവൽ ആൻറ്റി ക്യാൻസർ ഡ്രഗിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന്. പ്രത്യേകിച്ച് സ്പെയിനിലും UK ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ അപ്രൂവൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇതൊക്കെയാണ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ SME IPO നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു IPO ഓപ്പൺ ചെയ്യുന്നുണ്ട്. മെറ്റ ഇൻഫോടെക് ലിമിറ്റഡ് ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ, 161 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു IPO ആണ്. BSE SMEയിലാണ് ഈ IPO വരുന്നത്. ലോട്ട് 800 പക്ഷേ ഇപ്പോഴത്തെ പുതിയ റിവൈസ്ഡ് ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് 2 ലോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റേഴ്സിന്. തീർച്ചയായിട്ടും ഈ IPOയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ഇന്ന് തുടങ്ങുന്ന മെറ്റ ഇൻഫോടെക് ലിമിറ്റഡ്. BSE SMEയിലാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു BSE SMEയിലുള്ള മറ്റൊരു IPO ഉണ്ട്, ക്രയോജനിക് OGS ലിമിറ്റഡ്. ഈ IPO ഇന്നലെ തന്നെ അറൗണ്ട് 25 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഈ IPOയിലും അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് 2 ലോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും പുതിയ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട്. ഈ IPO കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ 2 SME IPOയിലും അപ്ലൈ ചെയ്യുന്നത് റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നന്നായിരിക്കും, ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത 2-3 ദിവസത്തേക്ക്. അതിനുശേഷം നമ്മുടെ Q1 റിസൾട്ടുകൾ ജൂലൈ 2nd വീക്ക് തൊട്ട് വന്നു തുടങ്ങും. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ Q2 റിസൾട്ടുകൾ അടുത്ത ആഴ്ച തൊട്ട് വന്നു തുടങ്ങും. ഈ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റുകളിലുണ്ടാവാം. അതിനനുസരിച്ചുള്ള മൂവ്മെൻ്റൊക്കെ നമുക്ക് പല സ്റ്റോക്കുകളിലും കാണാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്, ബെറ്റർ എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.